പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ക്യാഷ്ലെസ് ഇന്ത്യയെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി സാധ്യതയെക്കുറിച്ചും അദ്ദേഹം ലോകം മുഴുവൻ പറന്നു നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ട് തോറ്റു. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അതിനിടയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ഇടയ്ക്കിടെ വിമർശിക്കുകയാണ്. നമുക്ക് ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട. നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വിമർശിക്കാം, പക്ഷേ കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാം. തമാശരിക്കുള്ളൂ. അതിനുള്ള വിവരമൊന്നും ഇല്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്. കുട്ടിമാ നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. കളിയാക്കാം, പക്ഷേ ക്രൂരമായി അദ്ദേഹം കൊഞ്ഞനം കേട്ടയാണ്. എന്റെ അച്ഛോ പോയി, കൈവിട്ട് പോയി എന്റെ തെക്കേത്തര ഭഗവതി. ഞാൻ എന്തായി കേൾക്കുന്നേ? മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. ഇന്ന് ഇന്ത്യ കാണുന്ന പുരോഗതിയല്ല BJP ഭരണം കൊണ്ടുണ്ടായതാണ്. ാണെങ്കിലും സത്യം പറയൂ. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. എന്താണതിൽ RSS പങ്ക്? എന്താണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് BJPക്ക് പങ്ക്? ഒന്നുമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യത്തിന് ശേഷം 70 കൊല്ലത്തെ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ചു. ഇന്ത്യയുടെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT വ്യവസായത്തിന് അടിത്തറ പാകിയ ഒരു മഹാ പ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ്. ാണെങ്കിലും സത്യം പറയൂ. അത് മറന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വളരെ താഴ്മയോടുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്തസ് വേണോടാ, അന്തസ്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്നറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അതെയോ, താങ്ക് യു, വെൽക്കം. ഓക്കെ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തിക്കേട്ടി തന്നെ വായിക്കാത്ത പ്രധാനമന്ത്രി മോദി കള്ളപ്പണം നിരോധിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ പദ്ധതി തീരെ പ്രായോഗികമല്ലാതെ പരാജയമണഞ്ഞിരിക്കുകയാണ്. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കോൺഗ്രസിന്റെ ഭരണത്തിലാണ് ഈ രാജ്യത്തെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അതിന് അടിത്തറ പാകിയ ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കരുത് എന്ന് മാത്രം വിനയപൂർവം അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി.